വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. 16-ാം തീയതി ഏപ്രിൽ വലിയ ഒരു മഴ, കനത്ത മഴ ഈ രാജ്യത്ത് അങ്ങനെ തിമർത്ത് പെയ്തപ്പോൾ അതിനെ ശക്തമായി നേരിടാൻ വലിയൊരു സമൂഹം നമുക്കുണ്ടായിരുന്നു. റെയിൻ സപ്പോർട്ട് UAE എന്നുള്ള ഒരു ഗ്രൂപ്പ് മാത്രമല്ല, അതുപോലെ നിരവധി ഓർഗനൈസേഷൻസും ആയിട്ട് അങ്ങനെ ഒരു വലിയൊരു സംരംഭത്തിന് മുതിർന്നപ്പോൾ അതിന് ആയിരക്കണക്കിന് വോളണ്ടിയർമാർ അതിൽ ശക്തമായി നിലകൊണ്ടു. അതിൽപ്പെട്ട അതിൻ്റെ 3 പ്രതിനിധികളാണ് നമ്മോടൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് ഷാജി, സൽമ, അമൽ, ഗിരീഷ്. എന്തായിരുന്നു അമലിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആ സംഭവം എങ്ങനെയായിരുന്നു ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്? മുമ്പ് എങ്ങനെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ, അതോ ഇത് ആകസ്മികമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രവർത്തനങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു, ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എന്ത് സഹായത്തിനും ഓടിയെത്തുമായിരുന്നു. പിന്നെ നോർമൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുറേ അറിയാമല്ലോ, ഇപ്പോൾ കുറേ ഇൻവിറ്റേഷൻസ് വരും, കുറേ ഗ്രൂപ്പുകളുണ്ട്, പക്ഷേ അതിലൊന്നും ജോയിൻ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു കോസിൽ മുനീർ സാർ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അതിൽ ടോട്ടൽ 50 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ആ ഗ്രൂപ്പ് ഞാൻ പലർക്കും ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അവസാനം അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യണം, ആ ഗ്രൂപ്പ് ഫുള്ളായി. അപ്പോൾ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് ഒന്നായിരുന്നു. എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കാരണം ഇങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് മൈൻഡ്, ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഹൗ ക്യാൻ വി ഹെൽപ്പ്? അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എങ്ങനെ കിട്ടും? അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമ്മൾ റെയിൻ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ സ്റ്റാർട്ടപ്പ്. അപ്പോൾ പിന്നെയാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ കൂടെയാണ് ഇതിൻ്റെ കാര്യങ്ങളും, ഇതിൻ്റെ ഈവൻ ന്യൂസിലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇതിൽ കൂടെയാണ് നമ്മൾ ഇതിൻ്റെ തീവ്രതയും, എന്തൊക്കെയാണ് എല്ലാ റിക്വയർമെൻറ്റ്സും, എങ്ങനെയാണ് ആൾക്കാരെ, എത്ര ആൾക്കാരാണ് പെട്ടിരിക്കുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ വന്നത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ദുബായിലായിരുന്നു. ദുബായിൽ പേഴ്സണലായിട്ട് ഞാൻ പോയ റിക്വയർമെൻറ്റ്, എനിക്ക് വന്ന കോൾസിൽ ഒരു 20 സ്റ്റാഫുകൾ, ഒരു കമ്പനി സ്റ്റാഫുകളായിരുന്നു. അവർ 2 ദിവസമായിട്ട് അവർ ഓൺ സൈറ്റിൽ അവർ ലോക്ക്ഡായിരുന്നു. കാരണം അവർക്ക് പോകാനോ വരാനോ മാർഗ്ഗമില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്തു. ഞാൻ അവിടെ പോയി, കൂടെ വണ്ടി ഉണ്ടായിരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി, അവരെ റിലീസ് ചെയ്ത് അവർക്ക് ക്യാമ്പിലും തിരിച്ചു വരാൻ പറ്റി. പിന്നെയാണ് നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ നിന്ന് ഓക്കെ, ദുബായ് ഈസ് ഗെറ്റിംഗ് നോർമൽ, വി അണ്ടർസ്റ്റുഡ്. എന്നിട്ടാണ് നമ്മൾ ഷാർജയ്ക്ക് ഒരു വെൻഡർ സെറ്റ് ചെയ്യും. ഷാർജ പോയപ്പോഴും അറിയില്ലായിരുന്നു നമുക്ക് ദുബായിലുള്ള, ഇവിടെ കൂടുതലും ഈ ഷാർജ വഴി ഈവൻ മജാസൊക്കെ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്. മജാസ്, അൽ ഖസ്മിയ, അബുഷ വരെ എനിക്കറിയാം. എന്നാലും ഇങ്ങനത്തെ ഒരു ക്രൈസിസ് അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു. നമ്മൾ പോയി വെൻ വിത്ത് എ ഗ്രൂപ്പ്, ബട്ട് ഇത്ര റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരാൻ പോയി. പിന്നെയാണ് അവിടെ പോയി ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മൾ ഭക്ഷണവും സാധനങ്ങളൊക്കെ ആയിട്ട് പോയി. ഞാനാണ് ആദ്യം അവിടുത്തെ ഒരു ഗട്ടറിൽ വീണത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ വൈഫ് എന്ന് കണ്ടിട്ട് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു, സേഫ് ആയിരിക്കണം എന്ന് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ആദ്യം വീണത്. അതെ, അപ്പോൾ എനിക്കറിയാം എൻ്റെ എക്സ്പീരിയൻസും എന്തോ ലക്കിനാണ് അത് അവിടെ നിന്ന് എക്സ്പെർട്ട്. അപ്പോൾ അവിടെ നിന്ന് വീണിട്ടും ഞാൻ പിന്നെ ഡ്രസ്സ് എല്ലാം ഒഴുക്കായി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റൺ ബൈ എ ഫിലിപ്പീൻ ലേഡി. അപ്പോൾ അവരെനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് തന്നു, അവർ പൈസ പോലും വാങ്ങിച്ചില്ല. അപ്പോൾ ബട്ട് ഞാൻ അവർക്ക് പേ ചെയ്തു. കാരണം ഈവൻ ഞാൻ നടക്കുമ്പോൾ ആ കടയിൽ ഫുള്ള് വെള്ളമായിരുന്നു. അവർ പുറകെ വാഷ് ചെയ്യുന്നു. കാരണം അവിടുത്തെ ആ ഏരിയയിലെ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. പിന്നെ എനിക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളവും കാര്യങ്ങളായിട്ട് നമ്മൾ വരുമ്പോൾ ഈവൻ കുറേ പേര് ചോദിക്കുന്നു വാട്ട് ഇസ് എ പ്രൈസ്, എത്രയാണ് എൻ്റെ പൈസയാണ് പറയുന്നത്. പൈസക്കല്ല, ഇറ്റ് ഇസ് ഫോർ ഫ്രീ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ ഉള്ളിലെ സന്തോഷം, അവർ ആ ഒരു കരഞ്ഞില്ല എന്നുള്ളത്, എന്നാലും അവർ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാസ്. പിന്നെ നമ്മുടെ കോർ മെമ്പേഴ്സ് എല്ലാം ഈ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു AC കംപ്രസർ വാസ് വർക്കിംഗ്, വെള്ളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ അതിൽ പോവില്ല, കാരണം എനിക്കറിയാം അവിടെ കറണ്ട് ഉണ്ടാവും. പക്ഷെ ആ ഒരു സമയം അത് നമുക്കറിയില്ല. ആ സമയം നമ്മളെ ഫാമിലിയോ വേറെ ഒന്നും നമ്മുടെ മനസ്സിലില്ല, നമ്മുടെ കുട്ടികളുടെ ഫാമിലിയോ ഒന്നും നമ്മുടെ മനസ്സിലില്ല. നമുക്കിത് ഒരു മിഷനിൽ ഇറങ്ങിയപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം, അതായിരുന്നു ലക്ഷ്യം. അത് ഈ ഇത്രയും വോളണ്ടിയേഴ്സും എല്ലാവരുടെ സപ്പോർട്ടിലൂടെ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഗ്രൂപ്പിലുള്ള പല ആൾക്കാർക്കും ഇപ്പം സൽമ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ എല്ലാവരുടെയും ഫോണിൽ നമ്പർ എഴുതി ശേഖരിച്ചിട്ടുണ്ടാവും. സൽമ എന്ന് പറയുമ്പോൾ അറിയാം, ആ ഒരു ക്യാമ്പിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഏത് ആൾക്കാർക്കും ഏത് സാധനത്തിനും ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ചാലകമായിരുന്നു സൽമ. എങ്ങനെ ഉണ്ടായിരുന്നു സൽമയുടെ ഒരു എക്സ്പീരിയൻസ്? അതെനിക്ക് 2018 പ്രളയത്തിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് കോൾ വരെ ഞാൻ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ നമ്മൾ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ പെട്ടെന്നൊരു കളക്ഷൻ പോയിന്റ് ഉണ്ടാക്കി. ഇതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ആളുകൾക്ക്
നാട്ടിലൊരു അപ്പം തന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാലിയേറ്റീവ് കെയർ ചെയ്തിരുന്നു. ആ രോഗികളൊക്കെ വെള്ളത്തിലെ ഒരു ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത ഏരിയയിലായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. എന്താണ് അപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതിൽ ഞാൻ ഫസ്റ്റ് പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ദുബായ് പോലീസിൻ്റെയും ഷാർജ പോലീസിൻ്റെയും ഇതിലേക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഞാൻ ബില്ലിംഗ് ആണ്, വളണ്ടിയറായിട്ട് വരാനായിട്ട്, ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. അജ്മാൻ പോലീസിൻ്റെ റിപ്ലൈ വന്നില്ല, പക്ഷേ ദുബായ് പോലീസിൻ്റെയും ഷാർജ പോലീസിൻ്റെയും റിപ്ലൈ വന്നു. അപ്പം തന്നെ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു, അതിൽ എൻട്രി ചെയ്തു. പിന്നെ ഞാൻ നേരെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പം തന്നെ എൻ്റെ കസിനെ വിളിച്ചു. ആളും കൂടെ വന്നിട്ട് ഞങ്ങൾ അബുഷേറയിലെത്തി. എത്തുന്ന സമയത്ത് നല്ല വെള്ളമായിരുന്നു, നമുക്ക് ഇറങ്ങാൻ പോലും പറ്റണ്ടായില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് എന്നെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് സമ്മതിച്ചു. കാരണം എൻ്റെ കയ്യിൽ ഒരു 200 പാക്കറ്റോളം ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എവിടുന്ന് ഒരു ട്രോളി 2 ബംഗാളികൾ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള വെയിറ്റ് കണ്ടപ്പോൾ അവർ തന്നെ ആ 2 സഹോദരന്മാർ എനിക്ക് ഇപ്പം അറിയാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അവർ നന്നായി സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ബിഗ് ബസാർ ആ ഏരിയയിലാണ് പോയത്. അവിടെ ചെന്നിട്ടും അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഇത് നമ്മൾ സപ്ലൈ ചെയ്തു. എന്താ ഒരുപാട് ഫാമിലി നിറച്ച് വെള്ളത്തിലായിട്ടും പിന്നെ സൂപ്പർ മാർക്കറ്റിനകത്തും എല്ലായിടത്തും വെള്ളമാണ്. അവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ എല്ലാ ഫുഡ് ഐറ്റംസും കഴിഞ്ഞിരുന്നു. അപ്പം ആ സമയത്ത് നമ്മളിത് കൊണ്ട് ചെല്ലണ അവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് അറിയില്ല എങ്ങനെയാണ്. ഒരുപാട് ഇങ്ങനെ ഇത്രയും അധികം ഒരു ത്യാഗം സഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അങ്ങനെ ഒരു ചിന്ത എവിടുന്ന് കിട്ടിയതാണ് ആക്ച്വലി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഒരു ചാരിറ്റിയുടെ ഒരു മനോഭാവം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പാലിയേറ്റീവ് കെയർ ചെയ്യുക ഏതെങ്കിലും വളരെ വിഷമകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്? എങ്ങനെങ്കിലും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള അനുഭവം ഏതെങ്കിലും? എനിക്ക് സന്തോഷം തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ എഫേർട്ടിനെ ഇപ്പോൾ ഞാൻ കൂടുതലും ഷാർജ സൗദി മോസ്കിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒഫീഷ്യൽസ് നമുക്ക് തന്നായൊരു സ്നേഹം കരുതൽ അവർ പോലും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഇത്രത്തോളം ഒരു സഹകരണം മലയാളികളിൽ നിന്നല്ല ഏത് രാജ്യത്തു നിന്ന് ആളുകളെ കഴിഞ്ഞാലും ഒരു പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ആ ടെൻറ്റിലേക്ക് വന്ന സാധനങ്ങൾ, അതുപോലെ അവിടെ എത്തിയ വോളണ്ടിയർമാർ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നമ്മളിങ്ങനെ മുൻപന്തിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ അവർക്കുണ്ടായ ഒരു കരുതൽ, അത് ആ സ്നേഹം, അത് വലിയ അനുഭവം തന്നെയാണ്. ഷാജിയെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ഇൻസിഡൻറ്റുമായിട്ട് വിളിച്ചു പോയി. ഇതിന് ശേഷം പിന്നെ ഒരു പോക്കായിരുന്നു അങ്ങോട്ട്, മക്കളുമായിട്ട് പോയി ഒരു വണ്ടിയിൽ അങ്ങനെ അവിടെ കുടുങ്ങിയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ദിസ്? ഒന്നാമത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടികളായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ഓഫ് റോഡ് വണ്ടി വീട്ടിലിങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു വിറോസായിട്ട്. അപ്പോൾ കുട്ടികളും പ്രോത്സാഹിപ്പിച്ച് നമുക്ക് ഇറങ്ങാം, മഴ ആസ്വദിക്കാമെന്ന് പറഞ്ഞു. ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ മഴ പതിവുള്ള മഴയല്ല എന്ന് മെല്ലെ മെല്ലെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നത്. വണ്ടി സാധാരണ ഒരു അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടിയാണ്, ടയർ വരെയൊക്കെയാണ് വണ്ടി വരാറ്. ഇത് കഴിഞ്ഞു ഗ്ലാസോളം എത്തി. കുട്ടികളെപ്പോഴും എൻജോയ് ചെയ്യും. പക്ഷെ എനിക്കപ്പോൾ തന്നെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൗദിയിൽ നിന്ന് ഈദ് ആഘോഷിക്കാൻ വന്ന ഒരു മലയാളി ഫാമിലി ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട പോലെ ഒറ്റപ്പെട്ടിട്ട്, എന്ന് പറഞ്ഞാൽ സാധാരണ ക്ലോക്ക് ടവറിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ അവർക്ക് ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നമ്മുടെ ദൗത്യം ഈ വണ്ടി ഇപ്പൊ ആസ്വദിക്കാനില്ല, ഇതിന് വേറൊരു ദൗത്യം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോഴാണ് അതേ സമയത്ത് തന്നെയാണ് മുനീറിന്റെ ഗ്രൂപ്പ് അതിന് നേരത്തെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മുനീറിനെ ആഡ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ശ്രദ്ധ വരുന്നതും മൊത്തം ആഘോഷത്തിൽ നിന്ന് മഴ ആഘോഷിക്കുക എന്നുള്ളതിൽ മാറി ഇതൊരു റെസ്ക്യൂവിലേക്ക് വരുന്നത്. പിന്നെ നേരത്തെ ഷെയർ ചെയ്ത പോലെ ഒരുപാട് കരളലിയിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ഈ ഓരോ അനുഭവങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതിൽ നിന്നുള്ളൊരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ഏറ്റവും ആനന്ദം ലഭിക്കുന്നത് പണം കിട്ടുമ്പോഴോ മറ്റൊന്നിലുമല്ല, മറ്റൊരു മനുഷ്യനെ സന്തോഷിപ്പിക്കുമ്പോൾ അവന്റെ തൃപ്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതിന് തുല്യം മറ്റൊന്നുമില്ല എന്നുള്ളത് ഒരു പക്ഷെ ഇവിടെ പങ്കെടുത്തുള്ള എല്ലാവർക്കും അത് ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ ഏരിയയെ കുറിച്ച് അറിയാണെങ്കിൽ മജാസ്, അൽ കാസ്മിയ, അബു ഷഗാറ, ജമാൽ അബ്ദുൽ നാസർ,
അൽവഹദ സ്ട്രീറ്റ്, ഇങ്ങനെയുള്ള ആ ഏരിയ ഇപ്പോഴും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം ഗൂഗിൾ മാപ്പിനേക്കാളും നന്നായിട്ട് നടന്നു പോയി വരാനുള്ള ഒരു സംവിധാനം. അമ്മലിൽ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പലപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഏത് സമയത്ത് വിളിച്ചാലും ഓക്കെ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് വരെയും പിന്നെ സൽമയെ വിളിച്ചപ്പോ അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പൊ അങ്ങനെ വരാനുള്ള ഒരു മാനസികാവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയും ആ മഴ ആ വെള്ളവും പ്രത്യേകിച്ച് പിന്നെ അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഹൗ എക്സാക്ട്ലി യു കുഡ് സർവൈവ് ദെയർ ആസ് എ വോളണ്ടിയർ? എനിക്കും കാലിൽ ബ്രൂസസ് ഉണ്ടായിരുന്നു, കാരണം അവിടെ ഇന്റർലോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഷാജിയുടെ ടീമിലെ ഐ തിങ്ക് ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കാലിൽ പൊട്ടിയിട്ടും ദേ ആസ്ക് ഫോർ എ ബാൻഡേഡ്. സോ ബാൻഡേഡ് മീൻസ് ഒരു ഡക്ട് ടേപ്പ് ആയിരുന്നു. ആ ഡക്ട് ടേപ്പ് ശരിക്കും വണ്ടിയുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ഡക്ട് ടേപ്പാണ്. അപ്പോൾ ഷാജി ചോദിച്ചു എന്തിനാണത് അങ്ങനെ പറ്റിയത്. അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിച്ചു. ഇല്ല, വണ്ടിക്കില്ല. അപ്പോൾ എൻ്റെ കാലൊന്ന് മുറിഞ്ഞു, അപ്പോൾ അതൊന്ന് കെട്ടിവെക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഡിറ്റർമിനേഷനാണ്. കാരണം കാല് മുറിഞ്ഞു, ഞാനൊരു വാട്ടർ ടീം എക്സ്പെർട്ട്, എനിക്കറിയാം അവിടുത്തെ വെള്ളം ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് സീവേജ് വാട്ടറും കണ്ടാമിനേറ്റഡ് വാട്ടറാണ്. അപ്പോൾ ആ ഒരു സമയത്തും ഇത്രയും നോളജ് അറിവുള്ള ആൾക്കാർ മനഃപൂർവ്വം അറിഞ്ഞിട്ട് നമ്മുടെ കാല് മുറിഞ്ഞു, ബ്ലഡായിട്ട് കോണ്ടാക്ട് ചെയ്യുക, എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആരുടെ ചിന്തയിലില്ല. ഈവൻ നമ്മളിപ്പോൾ ഒരു റോഡിൻ്റെ ആണെങ്കിലും നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണെങ്കിലും അവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി നോക്കാം ആരെങ്കിലും ഉണ്ടോ. പക്ഷെ അങ്ങനെ പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് അവിടെയും കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ട്. കാരണം കുറേ സ്ഥലങ്ങളിലോട്ട് വണ്ടി പോവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്താണ് UAE റെസ്ക്യൂവിൻ്റെ കുറച്ച് ഹൈ വെഹിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ആ വഴി നമ്മൾ ഉള്ളോട്ട് പോയി. പിന്നെ ഞാൻ ഈ ഓഫ് റോഡേഴ്സിനെ താങ്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു ഓഫ് റോഡ് വണ്ടിയില്ല, എന്നാലും ഞാൻ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ്സ് പറ്റിയാലും ഞാനപ്പോൾ ശരിയാക്കും, അല്ലെങ്കിൽ ചെളി പറ്റിയാൽ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, വളരെ വില കൂടിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് എനിക്ക് കൊണ്ട് അവർ ഇപ്പോഴായിരിക്കും അറിഞ്ഞിരിക്കണേ. എന്നാലും അതിൽ ആ ഒരു ഇത്രയും ഹൈ പ്രൈസ്ഡ് വണ്ടിയിലൊക്കെ ഒരു വിഷമമില്ലാണ്ട് എവിടെ പോകാനും, വെള്ളം തെറിച്ചാലും ചെളി വീണാലും എന്താ പറയുക, അവർക്കറിയാം അതിൻ്റെ പാർട്സൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടും അവരായിട്ട് ഡെഡിക്കേഷൻ, എത്ര ഉള്ളിൽ പോയാലും എത്തിച്ചേരണം അവിടെ. ഈവൻ ദ ലാസ്റ്റ് മീൽ ഷുഡ് ഗോ ദർ. ഒരു മീൽ ഇല്ലാത്ത തിരിച്ചു വന്നിട്ടില്ല. ഇവർ 2 മീൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ തന്നെ അത് കൊടുത്തിട്ടാണ് ആ ടീം വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ അത് ഒരു ഉള്ളിൽ നിന്നൊന്നൊരു ഇറ്റ്സ് ഒരു ഇന്റേണൽ പവറാണ്, അല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ആ സമയത്ത് നമ്മൾ പറയില്ലേ ഫൈറ്റ് ആൻഡ് റെസ്പോൺസ്, നമ്മളൊരു ഹോർമോൺ റെസ്പോൺസ് ആയിരിക്കാം ആ ടൈമിൽ മനുഷ്യനെ സഹായിക്കുക. അതിനാണല്ലോ നമ്മൾ ശരിക്കും ഇവിടെ ഉള്ളത്. തീർച്ചയായും ആ ഒരു കോഴ്സിലാണ് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതും. അങ്ങനെ തീരെ നമ്മൾ നേരത്തെ അറിയാത്ത ആൾക്കാരാണ്, ഇതുവരെ കാണാത്ത ആൾക്കാരാണ്. ഇതുപോലെ ആയിരക്കണക്കിന്, എനിക്കൊന്ന് 5000-6000 ആൾക്കാർക്ക് മേലെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ എല്ലാവരും പറയുന്നത് മീറ്റപ്പ് ചെയ്യണം, നമ്മളിന്ന് കാണണം എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ സൽമാക്ക് ഇപ്പോ മലയാളികളല്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് ഞാൻ നമ്പർ കൊടുക്കും. പല ആൾ ഇന്നും ഒരു വലിയൊരു ടീം ഫർണിച്ചർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മലയാളികളായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിനൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെ അത് മാനേജ് ചെയ്ത്? ഒരേ സമയത്ത് തന്നെ അവിടെ സാധനങ്ങൾ വരുന്നുണ്ടാവും, കോള് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. റെയിൻ സപ്പോർട്ട് ടീമിന്റെ കോൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് തിരക്ക് കൂടിയത് നമുക്ക്. അതുവരെ അവിടെ നമ്മൾ ഇങ്ങനൊരു ഇവർക്ക് ഇങ്ങനെ ഇത് 75 വർഷത്തിന് ശേഷമുള്ള ഒരു മഴ കാരണം ഇവിടെ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ സൗദി മോസ്കിൻ്റെ അവിടെ ഒരു മരത്തിന് താഴെ കുറച്ച് പേരിങ്ങനെ ഇതേപോലെ മനസ്സുള്ള കുറച്ച് പേര് കൂടി നമ്മളിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എവിടുന്നോക്കെയോ ഒരുപാട് ഐറ്റംസ് അവിടെ വന്നു. അങ്ങനെയാണ് പിന്നെ ഷാർജയുടെ ഗവൺമെൻറ് അണ്ടറിൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോഴും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇത്രത്തോളം സാധനങ്ങൾ വരുന്ന, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റെയിൻ സപ്പോർട്ട് ടീമിൻ്റെ കോൾ വരാൻ തുടങ്ങിയതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒഫീഷ്യൽസ് വരെയും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം എവിടുന്നാണ് ആരാണ് ഒരേ സമയം ഫോണ് വാട്സപ്പ് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ അറിയിക്കും, ഇങ്ങനെ ഇന്ന ടീം ഇപ്പം കുറച്ച് സാധനങ്ങളായിട്ട് വരും. കുറച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലമാണ് അവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ വിചാരിച്ചതിനേക്കാൾ ഏറെ ഞാനൊന്നും ശരിക്കും എന്താണ് അവിടെ ചെയ്തതെന്ന് പോലും എനിക്ക് ഓർക്കാൻ കഴിയില്ല. കാരണം ഞാൻ 7 മണിക്ക് എത്തും, ഏറെക്കുറെ 7:30 രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും, തിരിച്ച് 1:30-2. അപ്പൊ ഞാൻ ടുമോറോ മോർണിംഗ് കാണാന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ചിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കാണാന്ന് പറയുമ്പോൾ വരുമ്പോൾ അവിടെ ഉള്ള ഓഫീഷ്യൽസ് ഒക്കെ ചിരിക്കും. അവരാരും ഭയങ്കര ഡെഡിക്കേഷൻ, ആരും എന്താ പറയാ അവിടെ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു, പക്ഷെ അവിടെയുള്ള നമ്മളെ ഇവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് എല്ലാവരും അവിടെ തന്നെ നിന്ന എല്ലാ കാര്യം അവർ സത്യത്തിൽ നമ്മളുടെ ആ ഒരു അവിടേക്ക് വന്ന ആ ഒരു
എന്താ പറയാ കോൺട്രിബ്യൂഷൻസ് കണ്ടിട്ട് സത്യത്തിൽ അവര് റിയലി അവര് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പുമായിട്ടുള്ള ഷാജി തുടങ്ങിയത് മുതലുള്ള എങ്ങനെയായിരുന്നു? ഹൗ വാസ് ദ? അല്ല, അതില് എല്ലാവരും പറയുമ്പോൾ ഒരു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഒരു സെൻട്രലൈസ്ഡ് കോർഡിനേഷന് വേണ്ടിയിട്ട് മുനീർ ചെയ്തൊരു എഫേർട്സ് എന്ന് പറയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അത്രയും ഗ്രൂപ്പുകൾ ഇപ്പോൾ ഞാൻ ഈ മെയിൻ സ്ട്രീമിൽ ഇവരെ കൂടെ അല്ല ഞാനുള്ളത്. എനിക്ക് മുനീർ ഇൻസ്ട്രക്ഷൻ തരുന്നു, ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, ചെയ്യാവോ, ചെയ്യാം എന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ ഗ്രൂപ്പിൽ കാണുമ്പോൾ വേറെ ഒരുപാട് നിർദ്ദേശങ്ങൾ അത് ക്രോഡീകരിച്ച് പോകുന്നു. അതൊരു വെൽ പ്ലാൻഡ് എന്ന് തോന്നാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് ആയിട്ട് സംഭവിച്ചതാണെങ്കിലും അത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളോട് പറയുമ്പോ അതങ്ങ് തീർന്നു. അതെ, ഈസ് ടേക്കൻ കെയർ. പിന്നെ അതിന് അമലിനോട് ആരെടുത്തപ്പോ പറയുമ്പോഴും അത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല ഇവിടെ. നോ ക്വസ്റ്റ്യൻ, ഇത് വേണോ, ഇപ്പൊ ചെയ്യണോ എന്നൊന്നുമില്ല. ഇത്രയും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അത് ഇറ്റ് ഇസ് ടേക്കൻ കെയർ. അങ്ങനെയാണ് അതിന്റെ ഒരു മാസ്മരിക ശക്തി അപ്പോൾ എവിടുന്നോ മുനീറിലേക്ക് ഇറക്കി വിട്ട പോലെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ബഹിസ്ഫുരണം നമ്മളിലേക്ക് വേണ്ടിയിട്ട് കൽബ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ടീമില് അതിനെ കുറിച്ചായിരുന്നു ചർച്ച. ഇതെങ്ങനെ ഇത് സാധ്യമായി എന്നുള്ളത്. 7000 പേരുടെ കോർഡിനേഷൻ, അതില് അസ്വാരസ്യങ്ങൾ ഇല്ലാണ്ട് വേണ്ടാത്ത പോസ്റ്റുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നാലൊക്കെ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് ആ 7000 പേരെ മാനേജ് ചെയ്ത് പോയി എന്നുള്ളതും അതൊരു എല്ലാരും കൂടി ചെയ്തൊരു സംഭവമായിരുന്നു അത്. ഇറ്റ് ഇസ് നോട്ട് ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരും, അപ്പൊ അത് ഉടനെ മറ്റൊരാൾ അത് ഏറ്റെടുക്കും, മൂന്നാമത്തെ ആളെ വിളിക്കും, നാലാമത്തെ ആൾ അത് പോയി അറ്റൻഡ് ചെയ്യും, തീർന്നു. ആ ഒരു കോർഡിനേഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലോക്കല് വിളിച്ചു, നാദൽ ഹമ്മാർന്ന്, അയാളുടെ അടുത്ത് ഇത്രയോ സാധനങ്ങളുണ്ട്, എനിക്ക് വണ്ടിയില്ല, വലിയ ട്രക്ക് വേണമെന്ന് പറഞ്ഞു. ഗ്രൂപ്പിലിട്ടപ്പോൾ 5 ആൾക്കാർ വിളിച്ചു, എവിടുന്നാണ് എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത്, ദാറ്റ്സ് ഓൾ. വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അങ്ങനെ ഒരാൾ വിളിച്ചപ്പോൾ അയാളുടെ വലിയൊരു ട്രക്ക് ഇവിടെ റാസൽ ഖോറിലുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, പുള്ളി അവരായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു, സാധനം എടുത്തു, നേരെ ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് വിത്തിൻ മിനിറ്റ്സ് സംഭവിച്ചത് ആ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ആക്ച്വലി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ അതങ്ങനെ ഓട്ടോമാറ്റിക് പ്രോസസ്സായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയി അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കണ്ടോ. അവിടെ എത്തി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ അവരെ ഈ തന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ വീഡിയോ എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നത്. കാരണം പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ പലരും എനിക്ക് തോന്നുന്നു ഒരു 300,000-400,000 മേലെ ഓഫർ ഉണ്ടായിരുന്നു. അതെ, ഒഴുക്കായിരുന്നല്ലോ പൈസയുടെ, അതായത് ക്യാഷ് ആയിട്ട്. ഞാൻ സോഴ്സ് ചെയ്ത് ചില സാധനങ്ങൾ അവസാനം കൊടുക്കേണ്ട വന്നിട്ടില്ല. എനിക്കൊന്ന് 1000 ഇതൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റി അത് എടുത്തുള്ളൂ, ബാക്കി അങ്ങനെ അത്ര മാത്രം ഓവർഫ്ലോ ആയിരുന്നു. അങ്ങനെ അത്രയും ദയുള്ള ആൾക്കാരാണ് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആധികാരികമാണോന്ന് അറിയില്ല, മഴയുടെ ഇന്റൻസിറ്റിയിൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ എണ്ണപ്പെട്ട ഒന്നാണെന്ന് പറയപ്പെടുന്നത്. മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ ശക്തിയിൽ പെയ്ത്. അങ്ങനെ ആണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമുക്കറിയാത്ത, നമുക്ക് ശേഷമുള്ള ഒരു കാലത്ത് ഈ എഫേർട്സും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന എനിക്ക് തോന്നുന്നു ഈ 7000 പേരുടെ ഈ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം. ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീപ്പിൽ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരുന്ന വടകര NRI അതുപോലെയുള്ള ഷാർജയിലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ്. ഓരോരുത്തരും വന്ന് വണ്ടിയിൽ കയറി ഇവിടെ എത്തുമ്പോൾ അവർ ഷോക്കാവുക, ഇങ്ങനെ ഒരു ഷാർജ ഇവിടെ ഉണ്ടായിരുന്നു. അവർ സേഫ് സോണിൽ ഷാർജയിൽ താമസിക്കാം. വന്ന് ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റിൽ അൽമജാസിൽ എത്തുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെ ഒരു ഷാർജ ഇത്രയും രൂക്ഷമായിട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ളത്. മുന്നീർ ആദ്യം പറഞ്ഞ എൻ്റെ മക്കളെയും കൊണ്ട് പോയൊരു അനുഭവം ഉണ്ടല്ലോ, അപ്പം ഇത്ര ഒരു സീരിയസ്നെസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മഴ, വെള്ളം, ഒരു 15ാം നിലയിൽ ഒരു 75 വയസ്സുകാരിക്ക് അടിയന്തരമായിട്ട് ഭക്ഷണവും വെള്ളവും വേണം. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികളെയും കൂട്ടി പോവാം. ടയർ വരെയുള്ള വെള്ളം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രി 1 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്ററുള്ള അവിടെ എത്താൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ എടുത്തു. 3 മണിയായി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. ഇങ്ങനൊരു സീരിയസ് ആയതുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള വാശി. എന്നാൽ ഞങ്ങളിങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴേക്കും വണ്ടി ഇങ്ങനെ മൂടി വരിക. ഇടയ്ക്കൊരു പോലീസ് ജീപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ പോയപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി അങ്ങനെ മൂടിപ്പോയി, ഇത്രയും ഹൈറ്റ് ഉണ്ടായിട്ടും. അപ്പം നേരത്തെ പറഞ്ഞ ഈ ഹൈറ്റിലുള്ള വെള്ളത്തിൽ അതേപോലെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവാം. ഈ റെസ്ക്യൂ ഉപേക്ഷിച്ച് തിരിച്ചു പോരാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇങ്ങനെ പറയും നമ്മൾ പലരും വിചാരിച്ചൊരു എക്സാഗറേഷൻ. അതെ, ഞാൻ പറഞ്ഞല്ലേ, എന്റെ കൂടെ വന്ന വളണ്ടിയേഴ്സിന് അവിടെ വന്നപ്പോഴേ മനസ്സിലായുള്ളൂ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു നടക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇതൊന്ന് റെക്കോർഡ് ചെയ്യാനും പ്രചരിപ്പിക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല നമ്മൾ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല. പിന്നെ കുട്ടികൾ അപ്പുറത്ത് ഇപ്പുറത്ത് എടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ആകെ ഇപ്പൊ നമ്മുടെ വീഡിയോക്ക് വേണ്ടി തപ്പിയപ്പോ ആരുടെ വീഡിയോ ഇല്ല. എല്ലാരും അതാരും അന്ന് എടുക്കാനുള്ള ഒന്നാമത് ഫോൺ പിടിച്ചത് എടുക്കാനുള്ള ഫോൺ കാണിച്ചത് എന്റെ കുട്ടികളെടുത്ത്. അവരപ്പോഴും ഇവിടെ വളർന്ന കുട്ടികളല്ലേ, മഴ എന്താണ് അവർക്കറിയില്ല.
ഞാൻ പേടിക്കുക ഇവരെയും കൊണ്ട് ഞാൻ അങ്ങനെ തിരിച്ചു പോകുന്നു. ഞാൻ പേടിക്കുമ്പോൾ അവരിത് മഴ ആസ്വദിച്ച് അപ്പുറം ഇപ്പുറം തുറന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പൊ അതല്ലാത്തൊരു റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അനുഭവങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്കിതിൽ പറ്റൂ. പിന്നെ ഇപ്പൊ ഇനി വരുന്ന മഴ, ഈ മഴയത്ത് ഇതുപോലുള്ള പിന്നെ സംഭവങ്ങൾ ഇത്ര വരുന്നില്ലെങ്കിൽ പോലും എന്തൊക്കെയാണ് സ്ത്രീകളുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ ഒരുവിധം ബോധേഡായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നത്. പിന്നെ നമുക്ക് കൂടുതലും എല്ലാവരും ഒരുവിധം ആയിരിക്കണം. കാരണം ഇപ്പോൾ അത്ര വലിയൊരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം എന്നാലും പിന്നെ പുറത്തേക്ക് പോവാതെയും പരമാവധി ഫുഡൊക്കെ എല്ലാവരും ശേഖരിച്ചൊക്കെ വെക്കുക, അങ്ങനെ ശ്രദ്ധിക്കുക. അത്ര ഇതിലുള്ളൊരു പ്രശ്നം എന്താ അറിയാം അമൽ, എനിക്ക് പറയുന്നത് ഇപ്പൊ എല്ലാവരും പ്രിപ്പയർഡ് ആണ്. അപ്പൊ എല്ലാവർക്കും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചാലും ഇപ്പൊ സപ്പോർട്ടിന് ആൾക്കാരെന്ന് അവർക്ക് ഓക്കെയാണ്. അവർക്കറിയാം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ദർ ആർ പീപ്പിൾ, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇനി ഇപ്പൊ 7,000 ആണത്. ഈ 7,000 അതൊരു 1 ലക്ഷമോ 2 ലക്ഷമോ ആവാം. അത് എല്ലാവരും വരും. എവിടെ ചാൻസ് കിട്ടിയാലും എല്ലാവരും സപ്പോർട്ടിന് വേണ്ടി വരും. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യങ്ങൾ കുറച്ച് ഇപ്പോൾ ഹെൽത്ത് കെയർ, എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഹെൽത്തായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു റെയിൻ അഫക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവർ കുറച്ച് കെയർ ആയിട്ട് കോഷ്യസ് ആയിട്ടിരിക്കുക. അവരുടെ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ആ കാര്യങ്ങൾ അവരുടെ ഡോക്ടറായിട്ട് കൂടുതൽ ടച്ച് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് പറയുമ്പോഴാണ് നമ്മൾ അന്ന് ഈ സമയത്ത് ഈ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സമയത്തൊക്കെ എത്തുമ്പോൾ അവിടെ മെഡിക്കൽ മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചു. പക്ഷെ മരുന്ന് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി ഫോം ചെയ്തു. ഒരു ഫൈസലും അതുപോലെ അതിലൊക്കെ കൂടിയിട്ട് ഡോക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തപ്പോൾ ഒരു ഏതാണ്ട് 150 ഡോക്ടേഴ്സ് റെഡി ആയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അവിടുന്ന് എന്തിനാ റെഡിയാണ്, ഏത് സമയത്ത് വിളിച്ചോട്ടെ, 24 hours നമ്മൾ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ സമയം ഏതാണ്ട് കഴിയാറായി. എന്താണ് ഷാജിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്? അല്ല, നമ്മളെ ആടുജീവിതത്തിലെ ഒരു പ്രയോഗമുണ്ട്, നമുക്കറിയാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളായിരിക്കും, കഥകളെല്ലാം കെട്ടുകഥകളായിരിക്കും. അതുപോലൊരു അവസ്ഥ അനുഭവിച്ചവർ ഇവർ പറഞ്ഞതുപോലെ പ്രിക്കോഷൻ എടുക്കുകയായിരിക്കും. അനുഭവിക്കാത്തവർക്ക് ഒരുപക്ഷെ ഇതെന്ത് എന്ന് തോന്നും. അപ്പം ഒരുപക്ഷെ നാളെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരുപക്ഷെ നാളെ മുമ്പ് അനുഭവിക്കാത്ത ഏതെങ്കിലും ഏരിയയിലാണ് ഈ പറഞ്ഞ പ്രകാരത്തിൽ വെള്ളക്കെട്ടുകൾ, വെള്ളം കയറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണെങ്കിൽ നേരത്തെ നിർദ്ദേശിച്ചതുപോലെ എത്രയും പെട്ടെന്ന് സാധ്യമാണെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നിൽക്കുക. ഇതുപോലെ വലിയ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതെ നോക്കുക. ഇനി എന്തൊരു സിറ്റുവേഷൻ ഉണ്ടായാലും ഒരു വെളിപ്പാടകലെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ താങ്ക് യു സോ മച്ച്. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഥവാ മഴ പെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മഴ വലിയൊരു കെടുതി വരികയാണെങ്കിൽ, കാരണം അത്യാവശ്യമല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക. 2, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ താഴ്ന്ന പ്രദേശത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അഥവാ പുറത്ത് എവിടെയെങ്കിലും, അഥവാ നിങ്ങളുടെ അടുത്ത് സ്ഥലമില്ലെങ്കിലും പുറത്ത് ഉയർന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. 3, അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പെരിഷബിൾ അല്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകാത്ത ഭക്ഷണ സാധനങ്ങൾ, ബ്രെഡ് ആണെങ്കിലും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കുറച്ച് ദിവസത്തേക്ക് 2, 3, 4 ദിവസത്തേക്ക് ശേഖരിച്ച് വെക്കാനുള്ള ഒരു ശ്രമം നടത്തുക. വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിലോ കുട്ടികളുണ്ടെങ്കിലോ അവരുടെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കുക. അവർക്ക് ഏതെങ്കിലും മരുന്നുകൾ ആവശ്യമാണെങ്കിൽ അത് നാളെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു നിൽക്കാതെ ഇന്ന് തന്നെ വാങ്ങിച്ച് ഒരാഴ്ചത്തേക്കെങ്കിലുള്ള മരുന്നുകൾ വാങ്ങിക്കുക. അവർക്കുള്ള വെള്ളം, അതുപോലെ കുട്ടികൾക്കുള്ള ഡയപ്പർ, നിങ്ങൾക്ക് വേണ്ടുന്ന സാനിറ്ററി പാഡ്സ്, ഇതൊക്കെ നിങ്ങൾ നേരത്തെ കാലത്തെ കൂട്ടി ഇത് വരുമോ ഇല്ലയോ എന്നുള്ള ഒന്നും വേണ്ട, എല്ലാ കാലത്തും അങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങളുടെ വീട് ഇങ്ങനെ താഴ്ന്ന പ്രദേശത്താണെങ്കിൽ വെള്ളം കയറും ഇങ്ങനെ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് അവിടെ നിന്ന് മാറി ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിലോ നിങ്ങൾക്ക് താമസിക്കാനുള്ള ശ്രമം നടത്തുക. ഇനി അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിൽ മുറിയെടുത്ത് 2, 3, 4 ദിവസം പിക്നിക്ക് പോലെ ഒന്ന് പോയി കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കാണെങ്കിലും അവിടെ താമസിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ rainsupport.com എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി. നിങ്ങൾ കണ്ടവരും ഇതുപോലെ ആയിരക്കണക്കിന് 7,000-ഓളം അധികം ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിനേക്കാളും ഒരുപാട് ആൾക്കാർ വീണ്ടും പുറത്ത് നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് കാത്തു നിൽപ്പുണ്ട്. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല, ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ 10,000-ങ്ങൾ നിങ്ങളെ സേവിക്കാനായിട്ട് സന്നദ്ധരായി ജാഗരൂകരായി നിൽപ്പുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭയം വേണ്ട, ജാഗ്രതയോട് കൂടിയിരിക്കുക എന്ന് പറഞ്ഞ് ഈ ഷോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ. ഇറ്റ് വാസ് മൈ ഓണർ ടു ഹോസ്റ്റ് യു ഓൺ ദിസ് ഷോ.
ഓൾറൈറ്റ്, അപ്പോൾ ഇനി അടുത്ത ബുധനാഴ്ച 8:30 മണിക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ പ്രിയപ്പെട്ട മുനീർ അൽ വഫ വിത്ത് ലവ്.